കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ യുവതിക്ക് തുടർ ചികിത്സ കിട്ടിയില്ല എന്ന് പരാതി. തുടർ ചികിത്സയ്ക്ക് ആവശ്യമായ ഉപകരണം കേടായി എന്ന് പറഞ്ഞ് സ്വകാര്യ ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു. കോഴിക്കോട് നലളം സ്വദേശി നസ്രിയയ്ക്കാണ് ദുരനുഭവം. ജനറൽ സർജറി വിഭാഗത്തിലെ ഡോക്ടർ രാജേഷ് KV ആണ് സ്വകാര്യ ആശുപത്രിയിലേക്ക് റഫർ ചെയ്തത്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് കുടുംബം പരാതി നൽകി. ശരത് എസ് വിവരങ്ങളുമായി ചേരുകയാണ്. ശരത്ത്, സാധാരണഗതിയിൽ അസാധാരണം എന്ന് പറയാൻ കഴിയുന്ന ഒരു നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് കുടുംബം നൽകിയിരിക്കുന്ന പരാതി? മാധു, അതായത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ സർജറിയുമായി ബന്ധപ്പെട്ടൊരു പരാതി ഉയരുന്നത്. അതായത് നേരത്തെ 2 ആഴ്ച മുമ്പാണ് പിത്താശയത്തിൽ കല്ല് കണ്ടതിനെ തുടർന്ന് സർജറിക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഇത്തരത്തിൽ നസ്രീനയെ പ്രവേശിപ്പിക്കുന്നത്. പിന്നീട് ഒരാഴ്ച മുമ്പ് ശസ്ത്രക്രിയ കഴിഞ്ഞു. പക്ഷേ ശസ്ത്രക്രിയ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടും ആശുപത്രി വിടാൻ കഴിഞ്ഞില്ല. തുറന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു ലീക്ക്, അതായത് പിത്താശയത്തിൽ നിന്ന് പിത്തരസം പുറത്തേക്ക് പോകുന്നുണ്ട്. പിത്താശയം നീക്കം ചെയ്തെങ്കിലും അതിൻ്റെ പിത്തരസം പുറത്തേക്ക് പോകുന്ന ലീക്ക് ഒരു സ്റ്റഡ് ഉപയോഗിച്ച് നീക്കം ഒഴിവാക്കേണ്ടതുണ്ട്. അതിന് പ്രത്യേകമായൊരു ഉപകരണമുണ്ട്. അത് പക്ഷേ നിലവിൽ മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്നില്ല. അത് കേടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് ആശുപത്രിയിലെ ഡോക്ടർമാർ കുടുംബത്തെ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നടത്തണമെന്ന രീതിയിൽ റഫർ ചെയ്യുകയും ചെയ്തു. ഇതോടുകൂടിയാണ് കുടുംബം ഇപ്പോൾ ഇന്നലെ പരാതിയുമായി രംഗത്ത് വരികയും ചെയ്തു. ഇപ്പം കുടുംബത്തിന് ഈ നസ്രീനയുടെ ബന്ധുവായ ആൾ കൂടി നമുക്കിപ്പോൾ ചേട്ടാ, എന്താ ശരിക്കും സംഭവിച്ചതെന്ന് പറഞ്ഞത്, ഇപ്പം ഞങ്ങളിപ്പോൾ കഴിഞ്ഞ 15-ാം തീയതിയാണ് ഞങ്ങൾ ഇവിടെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തത്. ഈ പിത്തത്തിൻ്റെ ഈ രോഗത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആദ്യം കാണിച്ചത്. ഈ ഡോക്ടർ മറ്റേ റഫീഖ് എന്ന് പറഞ്ഞൊരു ഡോക്ടർ പെരിങ്ങളത്തുള്ള അവരുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട്, അപ്പോൾ അവരാണ് മെഡിക്കലിൽ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അഡ്മിറ്റ് ചെയ്ത് പിന്നെ ഈ സർജറി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് കുട്ടീനെ പുറത്തേക്ക് കിട്ടണമല്ലോ. പിന്നെയാണ് ഇവർ പറഞ്ഞത് ഇത് ഈ പിത്തത്തിൻ്റെ ഈ സഞ്ചിയിൽ നിന്ന് പിന്നെ ഈ നീരിങ്ങനെ ഒലിച്ചുകൊണ്ട് ഇറങ്ങുക. അപ്പോൾ ഇത് തുണി വാങ്ങി ഒപ്പി ഇതുവരെ ഡോക്ടർമാർ ഞങ്ങളോട് ഒരു വിവരോ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഇന്നലെയാണ് നമ്മൾ MRI സ്കാനിന് എടുത്തതിന് ശേഷമാണ് പറഞ്ഞത് ഇങ്ങനെയാണ് സംഭവം, നിങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇത് സർജറി ചെയ്യണം. ഇതിൻ്റെ മെഷീനറി ഇവിടെ കേട്, ERPC എന്ന് പറഞ്ഞൊരു മെഷീനുണ്ട്. ആ മെഷീൻ കേട് വന്ന് 2 ദിവസമായി എന്ന് പറയും. ഈ 2 ദിവസം മുന്നേ ഇത് ഈ മെഷീൻ കേട് വന്നിട്ടുണ്ട്. അതിന് മുൻപ് ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കേട് വന്ന് കിടക്കുകയെന്നുണ്ടെങ്കിൽ ഇവർക്ക് അറിയാമായിരുന്നല്ലോ, ഡോക്ടേഴ്സിന് അറിയാമായിരുന്നല്ലോ. അപ്പോൾ അവരന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പാടില്ലായിരുന്നു, ഇല്ല അവർ നീട്ടി വെക്കേണ്ടിയിരുന്നു. പിന്നീട് ഇത് കഴിഞ്ഞ ശേഷം അവരുടെ സാമഗ്രി അപ്പോൾ അവരോട് ഇപ്പോൾ വീണ്ടും ഞങ്ങളിപ്പോൾ പ്രിൻസിപ്പളിൻ്റെ റൂമിൽ പോയി ഞങ്ങൾ പരാതി കൊടുത്ത പ്രിൻസിപ്പൾ പറഞ്ഞത് 2 ദിവസം കൊണ്ട് എറണാകുളത്ത് നിന്ന് ആൾ വരും എന്നുള്ള പ്രതീക്ഷയിൽ നിന്നായിരുന്നു. പ്രതീക്ഷയിലൊരു ഒരു മനുഷ്യനെ ജീവൻ. തുടർ ചികിത്സയ്ക്ക് ഉപകരണമില്ലാത്തതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ യുവതിയെ സ്വകാര്യ ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു എന്ന പരാതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.